கையில் மலர்கள் பொழியுதே பிழையும் சரியே. ആരാ മനസ്സിലായില്ലല്ലോ. ചേച്ചിക്കാൻ അറിയില്ലായിരിക്കും, പക്ഷെ ബാക്കി പലർക്കും എന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അർജുനില്ലേ ഇവിടെ? ആ ഉണ്ട്, ഞാനിപ്പോ വിളിക്കാം. ആരാ ചേച്ചി ഇത്? അറിയില്ല മോളെ, അർജുനെ കാണണമെന്നാ പറഞ്ഞത്. ഞാൻ അവനെ വിളിച്ചിട്ട് വരാം. ടീന എന്നാണല്ലേ പേര്? അർജുന്റെ റിലേറ്റീവ് ആണോ? അല്ല, ഇങ്ങനൊരു പേര് ആരും പറഞ്ഞത് കേട്ടിട്ടില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. നോ, ഞാൻ അർജുന്റെ റിലേറ്റീവ് ഒന്നുമല്ല. മേ ബി ഫ്യൂച്ചറിൽ ചിലപ്പോ ആവാം, അത്രേ ഉള്ളൂ. ഹായ് ടീന, ഒരുപാട് നാളായല്ലേ കണ്ടിട്ട്? അതെ അർജുൻ, നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായിരിക്കുന്നു. ആരോ, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? കണ്ടില്ലേ എന്റെ ഗസ്റ്റ് വന്നിരിക്കുന്നത്? റൂമിലോട്ട് പോവാൻ നോക്ക്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ അർജുൻ, ഇത് എന്റെയും കൂടി വീടാ. ഇവിടെ ആര് വന്നാലും ഇവിടെ വന്നിരിക്കാനും സംസാരിക്കാനുള്ള നിനക്കുള്ള അതേ അധികാരം എനിക്കുണ്ട്. മനസ്സിലായോ? ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോയില്ല. അതാരോ പറഞ്ഞത് കറക്റ്റാ, അവനിവിടെ അധികാരമുണ്ട്. ഇനി ഞങ്ങൾ കേൾക്കാൻ പറ്റാത്ത എന്തെങ്കിലും രഹസ്യമാണ് നിങ്ങക്ക് പറയാനുള്ളതെങ്കിൽ ഗാർഡനിൽ പോയി സംസാരിക്കേ. ഈ റൂമിലാകുമ്പോ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ കാണും. ഓഹോ, അത്രയ്ക്കായോ? പറഞ്ഞത് നന്നായി. ഞങ്ങള് ഗാർഡനിൽ പോയി സംസാരിച്ചോളാം. നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല. കണ്ട എന്റെ അഭിനയം കണ്ട? ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പറഞ്ഞപ്പോഴേക്കും അവരുടെ എഴുന്നേറ്റ് പോയത്. ഇങ്ങനെ വേണം അഭിനയിക്കാൻ. എന്നിട്ടാണോ നിങ്ങൾ എൻ്റെ അടുത്ത് രഹസ്യങ്ങൾ കുളിപ്പിച്ചു വെച്ചത്? എന്താടാ, അഭിനയം കുറഞ്ഞു പോയോ? എന്റെ കുഞ്ഞെ, ഇതാണ് അഭിനയം. വെറുതെ അല്ല നിന്റെ അടുത്ത് മുന്നേ ഇതൊന്നും പറയണ്ടെന്ന് അവൻ പറഞ്ഞത്. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടേ? എന്റെ പൊന്നഞ്ചു, ഇവൻ അവന്റെ മുന്നിൽ ഒരു ഷോ ഇറക്കിയതാ. നീ ഇപ്പൊ ഓവർ ആക്ട് ചെയ്ത് ചാളാക്കിയല്ലോ. ഓവർ ആക്ടിങ്ങോ? ഞാനോ? അല്ലടി, നിന്റെ കുഞ്ഞമ്മ. ഇപ്പൊ സമാധാനായല്ലോ? അവരോട് എഴുന്നേറ്റ് പോയില്ലേ? ഇനി അവരെന്താ പറയുന്നേന്ന് എങ്ങനെയാടി കേൾക്ക? അതിനൊരു വഴിയുണ്ട്. നമുക്ക് അവർ സംസാരിക്കുന്നിടത്ത് പോയാ പോരെ? ഓ, എന്നിട്ട് വേണം അവന്റെ വായിലിരിക്കുന്നത് നമ്മൾ കേൾക്കാൻ. ടീന പോയോ അർജുൻ? ആ, പോയി. അവളൊരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാ. പ്രോഗ്രാമോ? എന്ത് പ്രോഗ്രാം? അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 10th ആനിവേഴ്സറി ആണെന്ന്. അപ്പോൾ ന്യൂയോർക്കിലെ എല്ലാ ടോപ്പ് ബിസിനസ് മാൻസിനെയും ക്ഷണിച്ചിട്ടുണ്ട്. നമ്മളെ കൂടി ക്ഷണിക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങോട്ട് വന്നത്. ആ പെങ്കൊച്ച് ആരാ മോനെ? അത് അർജുന്റെ ഒരു ആരാധികയോ? നിനക്കെന്താ പറ്റിയേ? എന്തേ, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഓർമ്മയില്ലെങ്കിൽ വേണേ ഓർമ്മിപ്പിക്കാം. വർഷങ്ങൾക്ക് മുൻപ് എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് ഈ സാധനത്തിന്റെ കൂടെയല്ലേ നീ അന്ന് സംസാരിക്കാൻ പോയത്? എടാ, അന്ന് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. എന്തുദ്ദേശിച്ചിട്ടായാലും വേണ്ടില്ല. നിനക്ക് ഓൾറെഡി അറിയായിരുന്നു അവൾക്ക് നിന്റെ അടുത്ത് ഒരു ക്രഷ് ഉണ്ടെന്ന്. എന്നിട്ടും മനഃപൂർവ്വം നീ എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ കൂടെ ഡേറ്റിന് പോയി. എടാ, അതിനകത്ത് കഴിഞ്ഞിട്ട് 3-4 വർഷമായില്ലടാ. നീ ഇതുവരെ അത് വിട്ടില്ലേ? എനിക്ക് അവളുടെ അടുത്ത് ഒന്നുമില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നിനക്ക് അവളുടെ അടുത്ത് ഒന്നുമില്ലായിരിക്കാം,
എന്നിട്ട് അവൾക്കാണെങ്കിലോ ഇപ്പോഴും നിന്റെ അടുത്തൊരു ക്രഷ് ഉണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാ അവൾ പേഴ്സണലി നിന്നെ ക്ഷണിക്കാൻ വന്നത്. അതും കൂടെ പോരാഞ്ഞിട്ട് വന്നിട്ട് ഹഗ് ചെയ്യുന്നു. എന്തൊക്കെയാ എൻ്റെ അടുത്ത് ഒന്നും പറയിപ്പിക്കണ്ട. എടാ, നിനക്ക് ഇത്രയും ജലസോ? ഇനി ഇവിടെ നിന്നാ ഒട്ടും ശരിയാവില്ല. അഞ്ജു, നീയല്ലേ പറഞ്ഞത് ഈ ന്യൂയോർക്ക് കറങ്ങണമെന്ന്? വാ, നമുക്ക് പോവാം. ശരിക്കും കറങ്ങാൻ പോവാണോ? ഓ, ഐ എം സോ ഹാപ്പി. അർജുൻ, ഞാൻ ഇവളെയും കൊണ്ട് ഒന്ന് കറങ്ങാൻ പോവാ. കുറച്ച് ലേറ്റ് ആവും വരുമ്പോ. ഓക്കെ, ബി കെയർഫുൾ ക്രിസ്റ്റി. ഇതാണ് ന്യൂയോർക്കിലെ വളരെ പ്രശസ്തവും പ്രാചീനവുമായ മ്യൂസിയം. അടിപൊളി ചായ. എന്ത് വലിപ്പ ഈ മ്യൂസിയത്തിനൊക്കെ. കാണാനും അടിപൊളിയായിട്ടുണ്ട്. നമ്മളിവിടെ ഫുള്ളും ചുറ്റിക്കാണില്ലേ? പിന്നെ ചുറ്റിക്കാണാതെ ഇന്ന് ഫുള്ള് നമ്മള് കറക്കം തന്നെയായിരിക്കും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടൽ. ഇവിടെ കയറി ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. കൊള്ളാലോ. എന്താ ഓർഡർ ചെയ്യണ്ടേ? നിനക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാ അത് മുഴുവൻ ഓർഡർ ചെയ്തു. എനിക്കൊരു കുഴപ്പമില്ല. ഇത് ആ ടീനയല്ലേ? അവളെന്താ അവരുടെ അടുത്ത് സംസാരിക്കുന്നത്? പിന്നെ ആരെങ്കിലും എടുത്ത് സംസാരിച്ചോട്ടെ. അതിന് നിങ്ങൾക്ക് എന്താ മനുഷ്യ? എനിക്ക് മാത്രല്ല, എല്ലാവർക്കും പ്രശ്നമുണ്ട്. അവളിപ്പോ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളുടെ അടുത്താ. അപ്പോൾ അതിലെന്തോ ഉണ്ട്. ഒരു മിനിറ്റ്, നീ ഇവിടുന്ന് ഭക്ഷണം കഴിക്ക്. ഞാൻ അർജുനെ വിളിച്ചിട്ട് വരാം. അർജുൻ, നീ എവിടെയാ? വീട്ടിലാണോ അതോ ഓഫീസിലുണ്ടോ? ഞാൻ വീട്ടിലുണ്ട് ക്രിസ്റ്റി. എന്താ, എന്തേലും പ്രശ്നമുണ്ടോ? എടാ, പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ സംതിങ്, എന്തോ പ്രശ്നം വരാൻ പോകുന്ന പോലെ തോന്നൽ. നീ എന്താന്ന് വെച്ചാ കാര്യം തെളിച്ചു പറ, അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. അവളെവിടെ പോയി? നീ കണ്ടോ? കുറച്ചു മുൻപ് കുറച്ച് ആൾക്കാർ വന്നു. അവരുടെ കൂടെയാ പോയത്. ഇപ്പൊ ഇറങ്ങിയുള്ളൂ. വാ, എനിക്ക് വേഗം പോവാ. ഇച്ചായ, അതിന് ഓർഡർ ചെയ്ത ഫുഡ് ഇതുവരെ വന്നിട്ടില്ല. കഴിക്കാതെ എങ്ങനെയാ പോവാ? ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്തു. വാ, എഴുന്നേൽക്ക്. നമുക്ക് പിന്നീട് ഒരു ദിവസം വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം. ഇപ്പോ അത്രയ്ക്ക് അത്യാവശ്യ. നീ എഴുന്നേൽക്ക്. എന്റെ പൊന്നാരു, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. എനിക്ക് അവളുടെ അടുത്ത് ഒന്നുമില്ലാന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. ഞാൻ സ്നേഹിച്ചതും സ്നേഹിക്കുന്നതും ഒക്കെ നിന്നെ മാത്ര. പ്ലീസ് ഡാ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ചിരിക്കുന്നു. അപ്പോ നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ലേ? ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ? ഒരു മാഫിയ കിങ്ങായ അർജുൻ ഇങ്ങനെ യാചിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി. അത് ഈ ലോകത്ത് വേറെ ആർക്കും കാണാൻ കിട്ടില്ലല്ലോ എന്നാലോചിച്ചപ്പോ അറിയാതെ ചിരി വന്നതാ. എടാ ദുഷ്ട, അപ്പ നീ എന്നെ മനഃപൂർവ്വം പറ്റിച്ചതാണല്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അർജുൻ, ഇറ്റ്സ് എൻ എമർജൻസി. ഒന്ന് പുറത്തേക്ക് വാ. എമർജൻസിയോ? എന്താ എമർജൻസി? നീ കാര്യം പറഞ്ഞു. ആരും കേട്ടോട്ടെ, കുഴപ്പമില്ല. നിന്നെ ത്രട്ടണിങ് ചെയ്യാൻ വിളിക്കാറുള്ള നമ്പർ, അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. നമ്മുടെ സൈബർ ടീം വിളിച്ചിരുന്നു. അത് വരുന്ന ടവറ്. പിന്നെ ഐ തിങ്ക് വി ഗോണ ബി എ ട്രാപ്പ്. ട്രാപ്പോ? എന്ത് ട്രാപ്പ്? നീ ഒന്ന് തെളിച്ചു പറ ബെന്നി. നിനക്ക് ആളെ പിടികിട്ടിയോ? നമ്മുടെ സൈബർ ടീം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ നമ്പറിൻ്റെ ലൊക്കേഷനും ആ നമ്പറിൻ്റെ ഉടമയും കണ്ടെത്തിയിട്ടുണ്ട്. ഇറ്റ്സ് ടീന. മേ ബി അതുമാത്രമല്ല, നീ ഇന്ന് എൻ്റെ അടുത്ത് കുറച്ചു മുൻപ് പറഞ്ഞില്ലേ ക്രിസ്റ്റി, ടീന നമ്മുടെ പഴയ റൈവൽ റേസായിട്ട് സംസാരിക്കുന്നത്.
അതിന്റെ ഡീറ്റെയിൽസ് നോക്കാൻ പറഞ്ഞത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതിന് പിന്നിൽ അവള് തന്നെയാ. ഇന്ന് നിന്നെ ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചിരിക്കുന്നതും എന്തോ സംതിങ് ട്രാപ്പിലേക്ക് തന്നെയാ. ബട്ട് ഫോർ വാട്ട്? അവൾ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മളും അവളും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അവളുടെ ബിസിനസ്സായിട്ടും നമുക്കൊരു പ്രശ്നവുമില്ല. പിന്നെ അവളിതെല്ലാം ചെയ്യുന്നതിന് ഒരു റീസൺ വേണ്ടേ? ഞാൻ പറഞ്ഞതാ, അവളെ കണ്ടപ്പോൾ തൊട്ടേ എനിക്കൊരു വശപ്പശക്ക്. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അവളാണെങ്കിൽ വിടരുത് അവളെ. അർജുൻ കൺഫേമാ, ടീന തന്നെയാ ആ കോളിന് പിന്നിലും, സ്പൈയുടെ പിന്നിലും, ഇനി വരാൻ പോകുന്ന എല്ലാത്തിൻ്റെ പിന്നിലും. ഇപ്പോ ഒരു പ്രശ്നത്തിനും പോവാതെ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കിയപ്പോ അതിന് അവര് സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാ, അല്ലേ? അപ്പോ നമുക്ക് കാണിച്ചു കൊടുക്കാം അർജുൻ ആരാണെന്നും അർജുൻ്റെ പവർ എന്താണെന്നും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് ടീന. നിങ്ങളെ രണ്ടുപേരും ഈ നേരത്ത് ഇത് എങ്ങോട്ടാ? രാവിലെ സംഭവിച്ചതെല്ലാം നീ കണ്ടതല്ലേ. ഇനിയും അടങ്ങിയിരുന്ന ശരിയാവില്ല. അവർക്കെല്ലാവർക്കും പഴയ അർജുനെ കാണാൻ ഇത്ര തിടുക്കാണെങ്കിൽ കാണിച്ചു കൊടുക്കാം. അവർ വിചാരിക്കുന്നതിന് മുന്നേ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ വെറും ഉണ്ണാക്കനായി പോവും. അത് പാടില്ല. ഐ എം എ മാഫിയ കിങ് ആൻഡ് ഐ വിൽ പ്രൂവ് ഇറ്റ്. അർജുൻ, അപ്പൊ നിങ്ങളെന്താ എൻ്റെ അടുത്ത് പറയാതിരുന്നത്? ഞാനും കൂടെ വരാം. നിന്റെ അടുത്ത് മനഃപൂർവ്വം പറയാതിരുന്നത് തന്നെയാ ക്രിസ്ത്യൻ. നീ വരണ്ട, നീ ഇവിടെ വേണം ഇവരുടെ ഒപ്പം. എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ആര് വന്നാലും ഡോർ ഓപ്പൺ ചെയ്യരുത്. ഞങ്ങൾ വന്ന് വിളിച്ചാൽ മാത്രമേ ഡോർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അറിയാലോ? അത് മാത്രമല്ല, ആരും പുറത്തേക്ക് പോവുകയും ചെയ്യരുത്. സൂക്ഷിച്ചോളൂ. നീ പേടിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം. എല്ലാവരും കഥ കടിച്ച് കിടന്നു. ആരു, എന്താ ഇവിടെ നടക്കുന്നേ? എന്താ പ്രശ്നം? ഏട്ടൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാ. ഇവിടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങള് നാടകം കളിച്ചെന്ന് പറഞ്ഞില്ലേ, പരസ്പരം ഇഷ്ടമില്ലാത്ത രീതിയിൽ. അത് നമ്മളെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട് ഏട്ടാ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ പറയുന്നത് വരെ ആരൊക്കെയോ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരുടെ മുന്നിലും അങ്ങനെ അഭിനയിച്ചത്. ഇപ്പോൾ ആ വ്യക്തി ആരാന്ന് ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടേക്കാ അവർ രണ്ടുപേരും പോയിരിക്കുന്നത്. അയ്യോ, അപ്പൊ നമ്മള് കുളിക്കുന്നതും ഡ്രസ് മാറുന്നതൊക്കെ അവര് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ അഞ്ജു, ഇത്ര സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ കോമഡി പറയാതെ. ഇപ്പൊ ഞാനായോ കുറ്റക്കാരി? നിങ്ങളല്ല പറഞ്ഞ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചോദിച്ചേ. ആ, അതെന്തേലാവട്ടെ. എല്ലാവരും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. അർജുൻ വന്ന് വിളിക്കുമ്പോൾ മാത്രം വാതിൽ തുറന്നാൽ മതി. ബെന്നി, നിനക്ക് ഉറപ്പല്ലേ ഇത് തന്നെയല്ല പ്ലേസ്? അതെ, ഇത് തന്നെയാ പ്ലേസ്. നമ്മുടെ സൈബർ ടീം ഇൻഫോം ചെയ്തത് ഇവിടെ തന്നെ ലൊക്കേഷൻ എന്നാ. നീ പറഞ്ഞതുപോലെ അവര് വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. എന്താ അർജുൻ നിന്റെ പ്ലാൻ? നേരെ കയറി അറ്റാക്ക് ചെയ്യാനാണോ? അറ്റാക്ക് ചെയ്യണോ വേണ്ടേന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കും. ആദ്യം അവരുടെ ലക്ഷ്യം, അവരുടെ ഉദ്ദേശം എന്താണെന്ന് നോക്കട്ടെ. മാം പറഞ്ഞതുപോലെ എല്ലാം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാമിന്റെ പ്ലാൻ എന്താന്ന് പറഞ്ഞാ? എന്റെ പ്ലാൻ എന്താന്നുള്ളത് ഞാനിപ്പോ പറയുന്നില്ല. അത് നടപ്പിലാവുമ്പോ നീ കണ്ടാ മതി. മാം ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. സത്യത്തില് നമ്മൾ എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്?
എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഏറ്റവും വിലമതിക്കാത്തതെന്ന് ഞാൻ കരുതപ്പെടുന്ന ഒരു വസ്തു, അതെനിക്ക് അവനിൽ നിന്ന് നേടിയെടുക്കണം. ഓക്കെ മാം, മാം എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ അതുപോലെ എല്ലാം ചെയ്തോളാം. ഓക്കെ. പിന്നെ അർജുൻ്റെ എല്ലാ റൈവലറീസും നമ്മുടെ ഒപ്പം നിൽക്കണം ഈ ഒരു കാര്യത്തിന്. അറിയാലോ, ഓപ്പോസിറ്റ് നിൽക്കുന്നത് അർജുന. മാം അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, അതെല്ലാം സെറ്റാണ്. നമുക്ക് ഇവിടുന്ന് പോവാം, ഇതത്ര സേഫ് അല്ല. അർജുൻ, അവര് പോയി. ഇനി എന്താ നമ്മുടെ പ്ലാൻ? നമുക്കിപ്പൊ തിരിച്ചു പോവാം. പക്ഷേ ഞാൻ അതല്ല ആലോചിക്കുന്നത്. എന്ത് നേടിയെടുക്കുന്ന കാര്യം അവൾ ഉദ്ദേശിച്ചത്? അത്രയ്ക്കും വിലമതിക്കാത്തത്. നിങ്ങൾ അവിടെ പോയിട്ട് എന്താ സംഭവിച്ചത്? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? അവര് എന്തിനാ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന്? ഇതെല്ലാം ചെയ്യുന്നത് ടീന തന്നെയാ. പക്ഷേ അവൾ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാ വി ആർ കൺഫ്യൂസ്ഡ്. അർജു, എന്താ പറ്റിയേ? കാര്യം പറ. അവൾ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവൾ കറക്റ്റായിട്ട് പറഞ്ഞില്ല. എന്നിൽ നിന്ന് എന്തോ നേടിയെടുക്കണം, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ റൈവൽറീസിനെ മുഴുവൻ അവൾ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അതിലെന്ത് എത്ര സംശയം? ആരോ അവന് വേണ്ടിയായിരിക്കും അവൾ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ കൊല്ലും ഞാൻ അവളെ. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളേറെ ഞാൻ വിലമതിക്കുന്നത് എൻ്റെ അരുവിനെയാ. അവന് വേണ്ടിയിട്ടാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ വെച്ചേക്കില്ല ഞാൻ അവളെ. ആര് പറഞ്ഞു ആരുവിന് വേണ്ടിയിട്ട് അവൾ അതൊക്കെ ചെയ്യുന്നതെന്ന്? അവൾക്ക് വേണ്ടത് ആരുവിനെയല്ല, അർജുനെയാ. അഞ്ജു, നീ എന്തൊക്കെയാ പറയുന്നത്? അത് നിനക്കെങ്ങനെ അറിയാം? സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ തമാശ പറയല്ലേ അഞ്ജു. ഞാൻ തമാശ പറഞ്ഞതല്ല, അവള് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ അവളായി തന്നെ പറഞ്ഞതാ. എനിക്ക് തോന്നുന്നത് അഞ്ജു പറയുന്നത് ശരിയാ. കാരണം ടീനയ്ക്ക് ക്രഷ് ഉണ്ടായത് അർജുൻ്റെ അടുത്താ. അതുകൊണ്ടല്ലേ അവള് അവളുടെ ഡാഡിയോട് പറഞ്ഞ് നിന്നെ വിവാഹം കഴിക്കാനുള്ള പ്രപ്പോസലായി വന്നത്. താങ്ക്സ് അഞ്ജു. ഇത്ര ദിവസം അവളുടെ ഉദ്ദേശം എന്താണെന്നറിയാതെ ഇരുട്ടി തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഇനി എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഈ അർജുൻ ആരാന്ന് ഇനി അവൾ ശരിക്കും മനസ്സിലാക്കും. എന്താ മക്കളെ ഇതൊക്കെ? എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏട്ടൻ പേടിക്കണ്ട, ആർക്കും ഒന്നും സംഭവിക്കില്ല. അർജുൻ ആർക്കും ഒന്നും സംഭവിക്കാൻ അനുവദിക്കൂല. ആരും പേടിക്കണ്ട, ആർക്കും ഒന്നും സംഭവിക്കില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എല്ലാവരും പോയി കിടക്കാൻ നോക്കിക്കോ. ആരു, നിനക്ക് എന്താ പറ്റിയേ? നീ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നമുക്ക് മാത്രം എന്താ അർജു ഇങ്ങനെ? എല്ലാം അവസാനിപ്പിച്ച് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങിയതല്ലേ നമ്മള്. ഇത്രയും നാള് ജാൻവി ആയിരുന്നു. ആ പ്രശ്നമൊക്കെ ഒന്ന് സോൾവ് ആയി വന്നപ്പോ ഇപ്പൊ ടീന. എല്ലാവർക്കും എന്താ നമ്മളോട് ഇത്ര ദേഷ്യം? നീ എന്തിനാരും നെഗറ്റീവായി ചിന്തിക്കുന്നേ? പോസിറ്റീവായി ചിന്തിച്ചൂടെ? നമ്മൾ ജാതി ഗ്ലാമർ അല്ലേ, അപ്പോ എല്ലാവർക്കും നമ്മളെ മതി, അത്രേ ഉള്ളൂ. എനക്കെല്ലാം തമാശയാ. അവള് രണ്ടും കൽപ്പിച്ച നമ്മുടെ എല്ലാ ശത്രുക്കളും അവളുടെ കൂടെയുണ്ട്. എനിക്കെല്ലാം ആലോചിച്ചിട്ട് പേടിയാവാ. മാഫിയ കിങ്ങിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ കരയാൻ പാടുണ്ടോ? ഞാൻ വെറുതെ ഒന്നും കിങ് ആയതല്ല. ആ ശത്രുക്കളെ മുഴുവൻ തോൽപ്പിച്ചിട്ട് തന്നെയാ ഞാൻ ഈ പൊസിഷനിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നീ പേടിക്കേണ്ട, അവരെങ്ങനെ നേട്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അർജു, എനിക്ക് നീയില്ലാതെ പറ്റില്ല. യു ആർ മൈ എവറിത്തിങ്, മൈ വേൾഡ്. ഐ നോ ബേബി, ഡോണ്ട് വറി, ഐ വിൽ ഓൾവേസ് ബി വിത്ത് യു. ഈ അർജുൻ ആരുവിൻ്റെയും ആരു അർജുൻ്റെയും. ദൈവം അല്ലാതെ വേറൊരാൾ വിചാരിച്ചാലും നമ്മളെ അകറ്റാൻ പറ്റില്ല. നീ വിഷമിക്കേണ്ട, ഞാൻ എന്നും നിന്റെ കൂടെ ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കും. സ്റ്റിൽ മൈ ലാസ്റ്റ് ബ്രത്ത്. ഐ ലവ് യു.
ഐ ലവ് യു സോ മച്ച്. അർജു, അർജു, എവിടെയാ നീ? കളിക്കല്ലേ, ഒളിച്ചിരിക്കാതെ പുറത്തോട്ട് വാ. ബെന്നിച്ചായ, അർജുൻ എവിടെ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അത് ആരു നിന്റെ അടുത്ത് പറയണ്ടെന്നാ അർജു പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അടുത്ത് പറയണ്ടെന്നോ? എന്താ കാര്യം? ആരെങ്കിലും ഒന്ന് പറ. അവൻ എങ്ങോട്ടാ പോയത്? ആരു, അത് അർജു ടീനേനെ കാണാൻ പോയതാ. ടീനേനെ കാണാനോ? എന്തിന്? നിങ്ങൾ എന്നിട്ട് അവൻ ഒറ്റയ്ക്കാണോ വിട്ടത്? നിങ്ങൾക്കറിയുന്നതല്ലേ എല്ലാം. എന്നിട്ടും അവൻ എന്തിനാ അങ്ങോട്ട് പോയത്? അതും ഒറ്റയ്ക്ക്?